എന്റെ പേര് പ്രവീൺ എന്നാണ്. ഫസ്റ്റ് ഇയർ ഇലക്ട്രിക്കൽ ബാച്ചിൽ പഠിക്കുന്നു. ഇപ്പൊ ഇവിടെ പറഞ്ഞു പരലോകം ഉണ്ടെന്ന്. നമ്മുടെ ഭൂമി ലോകത്ത് നിന്ന് മരിച്ചുപോയവരാരും ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. അപ്പൊ ഈ പരലോകം ഉണ്ടെന്ന് പറയാൻ വല്ല വിശ്വസനീയമായ തെളിവുകൾ സാറിന് തരാൻ കഴിയുമോ? അതാണ് എനിക്ക് എന്റെ സംശയം. പ്രവീണിന്റെ ചോദ്യം പരലോകം ഉണ്ടെന്നുള്ളതിന് തെളിവൊന്നുമില്ലല്ലോ. വെറുതെ ഏത് മനുഷ്യനെ പറഞ്ഞു പറ്റിക്കാനുള്ള പരിപാടി എന്നല്ലാതെ എന്താണ്? തീർച്ചയായും പ്രസക്തമാണ്. പ്രവീണനെ പോലെയുള്ള വിശേഷം 1-ാം വർഷ പഠിക്കുന്ന ആളുകൾ ഇത്തരത്തിൽ അന്വേഷണാത്മകമായി തന്നെ നമ്മൾ പരിശോധിക്കണം, പഠിക്കണം. ഇത് തമാശയായി പറയുന്നതല്ല, വളരെ ഗൗരവത്തോടു കൂടി തന്നെ. പരലോകം ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ പ്രയാസങ്ങളെല്ലാം വെറുതെയാണ്. നമുക്ക് എന്തുകൊണ്ടൊന്ന് അടിച്ചു പൊളിച്ച് ജീവിച്ചുകൂടാ? എന്തിനാണ്? കുറച്ചെല്ലാം പ്രയാസങ്ങൾ സ്വാഭാവികമായും ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെടുന്ന ആളുകൾക്ക് നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുമല്ലോ. ഇതെന്തിനാണ് വെറുതെ ബുദ്ധിമുട്ടുന്നത്? പ്രസക്തമാണ് ചോദ്യം. പക്ഷേ പരലോകം ഇല്ലായിരുന്നെങ്കിൽ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. പക്ഷെ ഉണ്ടല്ലോ, എന്ത് ചെയ്യാം? എന്താണ് അതിന് തെളിവ്? വ്യക്തിപരമായി ഞാനും ഈ ചോദ്യം ചോദിച്ചതാണ് കുറെ. പക്ഷേ ഈ ചോദ്യത്തിന് ഞാൻ കണ്ടെത്തിയ ഉത്തരം പരലോകം ഉണ്ട് എന്ന്. ഞാനിവിടെ ജീവിക്കുന്നത് എത്രത്തോളം ശരിയാണ്, എത്രത്തോളം സത്യമാണ്, ഞാൻ ജനിച്ചു എന്നത് എത്രത്തോളം വലിയ സത്യമാണ്, ഞാൻ മരണപ്പെടും എന്നത് എത്രത്തോളം വലിയ സത്യമാണ്, അതേപോലെ സത്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം മരണാനന്തര ജീവിതം. ഇതെന്താ വെറുതെ ഒരു സാക്ഷ്യം പറയണം? അല്ല, അനുഭവമാണ്. എന്തുകൊണ്ട്? ഞാൻ സാധാരണയായി ഈ ചോദ്യം വരുമ്പോൾ ഒരു കഥ പറയാം. ഒരു കുളം, ആ കുളത്തിൽ ഒരുപാട് മത്സ്യങ്ങൾ ജീവിക്കുന്നുണ്ട്. ഒരു മത്സ്യത്തിന്റെ മുന്നിൽ അതിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇര ഇങ്ങനെ കിടന്ന് കളിക്കുന്നുണ്ട്. അപ്പൊ മീന് ആ ഇരയെ പിടിക്കാൻ വേണ്ടി ഓടി അടുക്കാണ്, നീന്തി അടുക്കാണ്. ഈ സമയത്ത് ഇതാ ഒന്ന് ചാടിയാൽ മത്സ്യത്തിലെത്തും എന്നൊരവസ്ഥയാണ്. അല്ല, ഇരയിലെത്തും എന്നുള്ള അവസ്ഥയിലാണ് മീൻ. ഈ സമയത്ത് തവള വരും. മീൻ്റെ തവള പറയുന്നു, മീനെ നീ അത് കടിക്കരുത്. നീ കടിച്ചാൽ ആ മത്സ്യമുണ്ടല്ലോ, ആ മത്സ്യത്തിന്റെ ഉള്ളിൽ ഒരു കൊളുത്തുണ്ട്. ആ കൊളുത്തിന്റെ തലയിൽ ഒരു കയറുണ്ട്. ആ കയറിന്റെ തലയിൽ ഒരു വടിയുണ്ട്. ഈ വടി പിടിച്ച് മനുഷ്യൻ എന്ന് പറയുന്ന 2 കാലിൽ നടക്കുന്ന, 2 കണ്ണുകളുള്ള, 2 നാസാരന്ധ്രങ്ങളുള്ള, ഒരു വായുള്ള, 2 കൈകളുള്ള, 2 കാലുകളുള്ള ഒരു മനുഷ്യൻ എന്നൊരു ജീവി അവിടെ കരയിലിരിക്കുന്നുണ്ട്. നീ ഇത് കടിച്ചു കഴിഞ്ഞാൽ നിന്റെ ചെകിളയിൽ ഈ കൊളുത്ത് കുടുങ്ങും. മനുഷ്യൻ എന്ന ജീവി ഈ കുളത്തിൽ നിന്ന് എന്നെ വലിച്ചെടുക്കും. എന്നിട്ട് അപ്പോഴേക്ക് നിന്റെ ജീവൻ പോകും. അതിനുശേഷം നിന്റെ ശരീരവുമായി മനുഷ്യൻ അവന്റെ വീട്ടിലേക്ക് പോകും. വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ അവന്റെ ഭാര്യ എന്നൊരു ഭീകരജീവി വേറെ ഇരിക്കുന്നുണ്ട്. അവളുടെ കയ്യിൽ അതിഭീകരമായ കത്തിയുണ്ട്. അതുകൊണ്ട് നിന്റെ ശരീരത്തെ നുറുക്കും. എന്നിട്ട് മുളകിടും. എന്നിട്ട് ചീനച്ചട്ടി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതില് ഞെരിയുന്ന എണ്ണയുണ്ട്. ആ എണ്ണയിലേക്ക് നിന്റെ ശരീരത്തെ ഇടും. ഓരോന്നും നിന്റെ ശരീരത്തിലെ ഓരോ കഷ്ണങ്ങളും അത് വേവിച്ചെടുത്ത് അവനും ഭാര്യയും മക്കളും കൂടി കറുമുറ തിന്നും എന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പോ മീൻ പറയാണെന്ന് വിചാരിക്കുക, ഏയ് നീ പറയുന്നതെല്ലാം വെറും പൊട്ടത്തരാക്ക. ഈ കുളത്തിന് അപ്പുറത്തൊരു കര, ആ കരയൊരു മനുഷ്യനോ, എന്നിട്ടൊരു ചീനച്ചട്ടി. ഇതൊന്നും നമ്മുടെ അനുഭവത്തിൽ വരുന്നില്ല. പ്രവീൺ ചോദിച്ച പോലെ മീൻ ചോദിക്കാൻ ഒരല്പം കൂടി യുക്തിപരമായി, ആരെങ്കിലും ചീനച്ചട്ടിയിൽ പോയി തിരിച്ച് കുളത്തിലേക്ക് വന്ന ഒരാളെങ്കിലും പറഞ്ഞത് കാണിച്ചു തരാൻ പറ്റുമോ? ഒരാളുടെ ഇല്ലെങ്കിൽ ഇത് പറയുന്നതിൽ എന്തർത്ഥം? ഇതാണ് മത്സ്യത്തിന്റെ ചോദ്യമെങ്കിൽ നമുക്ക് മത്സ്യത്തെ തൽക്കാലം യുക്തിവാദി എന്ന് വിളിക്കാം. പക്ഷേ ആ യുക്തിവാദി പോയി കടിക്കാൻ പോകുന്നത് ഇരയിലാണ്. ആ ഇര കടിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് രക്ഷയില്ല. ഇവിടെ യഥാർത്ഥത്തിൽ ഉള്ള ചിന്തിക്കുന്നയാളാണ് ഇയാൾ എങ്കിൽ, മത്സ്യമെങ്കിൽ, മത്സ്യം ചെയ്യേണ്ടത് എന്താണ്? ഒന്നാമതായി ചെയ്യേണ്ടത്, ഇവിടെ തവള എനിക്ക് വന്ന് പറഞ്ഞു തരുന്ന കാര്യം എന്റെ അന്വേഷണത്തിന് അപ്പുറത്തുള്ള കാര്യമാണ്. ഉറപ്പാണല്ലോ.
അന്വേഷണത്തിനപ്പുറത്തുള്ള ഒരു കാര്യമായതുകൊണ്ട് തന്നെ ആ കാര്യത്തെക്കുറിച്ച് തവളക്ക് അറിവ് ലഭിക്കാൻ വല്ല സാധ്യതയുമുണ്ടോ പരിശോധിക്കണം, അല്ലേ? ഇയാളുടെ അന്വേഷണത്തിന് അപ്പുറത്താണ് എന്നുള്ളത് ഉറപ്പാണ്. കാരണം കര എന്നുള്ളത് ഇയാളുടെ അന്വേഷണത്തിൽപ്പെട്ടതല്ല. അതുകൊണ്ട് തന്നെ അതിനപ്പുറത്തുള്ള ഒരു കാര്യത്തെക്കുറിച്ച് തവളക്ക് അറിവ് ലഭിക്കാൻ സാധ്യമാണോ? ഇയാൾ വസ്തുനിഷ്ഠമായി പഠിച്ചാൽ തവളക്ക് വെള്ളത്തിലും കരയിലും ജീവിക്കാൻ കഴിയുമെന്ന് ഇയാൾക്ക് മനസ്സിലാകും. അപ്പോൾ കര എന്നൊരു വസ്തു ഉണ്ട് എന്നും അവിടെ ജീവിക്കുവാൻ കഴിയുന്നവനാണ് തവള എന്നും മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ഇയാളുടെ യുക്തി ഉപയോഗിച്ച് ചെയ്യേണ്ടത് എന്താ? തവള ഇതുവരെ കളവ് പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കലാണ്. തവള സ്ഥിരമായി കളവ് പറയുന്ന ഒരാളാണെങ്കിൽ ഇതും കള്ളമാണെന്ന് പറഞ്ഞ് തട്ടാം. പക്ഷേ അയാൾക്ക് വസ്തുനിഷ്ഠമായ അന്വേഷണത്തിനെന്ന് അയാൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുക, തവള ഇതുവരെ ഒരിക്കൽ പോലും കളവ് പറഞ്ഞിട്ടില്ല, ഒരിക്കൽ പോലും കളവ് പറഞ്ഞിട്ടില്ല. തവളക്കാണെങ്കിൽ ഇത് പറയുക വഴി സ്വാർത്ഥമായ എന്തെങ്കിലും ഒരു താല്പര്യം സംരക്ഷിക്കേണ്ടതുമില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ബുദ്ധി ഉപയോഗിക്കുന്നവനാണ് ഈ മത്സ്യമെങ്കിൽ അവൻ വിചാരിക്കുക ഈ ഇര തൽക്കാലം കടിക്കേണ്ട എന്നാണ്, അല്ലേ? ആണ്. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരാം. നമ്മെ സംബന്ധിച്ചിടത്തോളം, എന്നെ സംബന്ധിച്ചിടത്തോളം, ഞാൻ എന്നെയാണല്ലോ ഉദാഹരണമാക്കിയത് ഈ ചോദ്യത്തിനുത്തരത്തിൽ. മരണാനന്തര ജീവിതമുണ്ട് എന്ന് വസ്തുനിഷ്ഠമായി എന്റെ മുന്നിൽ സംസാരിക്കുന്ന ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ഞാൻ പല മതഗ്രന്ഥങ്ങളെയും പരിശോധനാ വിധേയമാക്കിയിട്ടുണ്ട്. ആ മതഗ്രന്ഥങ്ങളിൽ പലതിലും മരണാനന്തര ജീവിതത്തെക്കുറിച്ച് പരാമർശങ്ങളുണ്ട് താനും. എന്നാൽ പരിശുദ്ധ ഖുർആനിൽ ഖുർആന്റെ 1/3 ഭാഗം മരണത്തിന് ശേഷമുള്ള ജീവിതത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളാണ്. ആ ജീവിതത്തിന്റെ സത്യതയെക്കുറിച്ച് ആവർത്തിച്ച് ഖുർആൻ പറയുന്നു. ആ ഖുർആൻ ആ ജീവിതം എങ്ങനെയുള്ളതാണ് എന്നും ആ ജീവിതത്തിൽ രക്ഷ നേടണമെങ്കിൽ എന്ത് മാർഗം സ്വീകരിക്കണമെന്നും വ്യക്തമായി പഠിപ്പിക്കുന്നു. അപ്പോൾ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് സമഗ്രമായി എന്നോട് സംസാരിക്കുന്ന ഗ്രന്ഥം പരിശുദ്ധ ഖുർആൻ. ആ ഖുർആനെ ഞാൻ പരിശോധനാ വിധേയമാക്കുന്നു. പരിശോധനാ വിധേയമാക്കുന്നത് എങ്ങനെ? ഖുർആൻ ഇത് ദൈവികമാണോ? മരണാനന്തര ജീവിതം എന്ന ഒന്നുണ്ടെങ്കിൽ ആ ജീവിതത്തെ നയിക്കുന്ന ഒരാളുണ്ടാകും, നമ്മൾ ദൈവമെന്ന് അവനെ വിളിക്കുക. ആ മരണാനന്തര ജീവിതത്തെ നയിക്കുന്ന, അവിടെ രക്ഷാശിക്ഷകൾ നൽകുന്ന പടച്ചതമ്പുരാനിൽ നിന്നുള്ളതാണോ ഈ ഗ്രന്ഥം? ആണെങ്കിൽ അതിനെക്കുറിച്ച് പറയുന്നത് ശരിയാകാം എന്ന് നമുക്ക് വിശ്വസിക്കാം. ആണോ എന്ന് പരിശോധിക്കാൻ നമ്മുടെ അടുത്തുള്ള മാർഗം എന്താണ്? നമ്മുടെ അറിവുകൾ ഉപയോഗിക്കുക. ഞാൻ പറഞ്ഞല്ലോ, 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിരക്ഷരനായ ഒരു മനുഷ്യന്റെ നാവിലൂടെ ആണ് ഈ ഗ്രന്ഥം ലോകം ശ്രവിച്ചത്. 14 എന്റെ അന്വേഷണത്തിൽ ഒരു 10 കൊല്ലം മുമ്പ് എഴുതപ്പെട്ട പുസ്തകങ്ങളിൽ പോലും അബദ്ധങ്ങളുണ്ട്. വിശേഷവും പ്രകൃതിയെ കുറിച്ച് പറയുന്ന പുസ്തകങ്ങളിൽ. ഞാൻ ഫിസിക്സ് വിദ്യാർത്ഥിയാണ്, നേരത്തെ പറഞ്ഞല്ലോ. ന്യൂട്ടന്റെ പ്രിൻസിപ്പിയ ഫിസിക്സിന്റെ രംഗത്ത് ഒരു ക്ലാസിക് ആണല്ലോ, മാസ്റ്റർ ക്ലാസിക് ആണല്ലോ, ഒരു മാസ്റ്റർ പീസ് ആണല്ലോ. ഈ ന്യൂട്ടന്റെ പ്രിൻസിപ്പിയ ഇന്ന് നമ്മൾ വായിക്കുമ്പോ അതിലെ 3 വാള്യങ്ങളിലും അബദ്ധങ്ങൾ ഒരുപാട് നമ്മൾ കാണും. എന്താ കാരണം? ന്യൂട്ടന്റെ അന്നത്തെ അറിവിന്റെ പരിമിതി. ഐൻസ്റ്റൈന്റെ ലേഖനങ്ങൾ നമ്മൾ വായിക്കുമ്പോഴും അബദ്ധങ്ങൾ കാണും, അന്നത്തെ അറിവിന്റെ പരിമിതി. അല്ലേ? സ്വാഭാവികം. ഇത് ഏത് ബുദ്ധിരാക്ഷസനാണെങ്കിലും ഇത് സ്വാഭാവികം. പക്ഷേ പരിശുദ്ധ ഖുർആൻ ഞാൻ പരിശോധിക്കുന്നു. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിരക്ഷരനായ ഒരു മനുഷ്യന്റെ നാവിലൂടെ ലോകം ശ്രവിച്ച ഗ്രന്ഥം. അതിൽ എന്റെ അറിവുകൾ അതുമായി താരതമ്യം ചെയ്യുന്നു. താരതമ്യം ചെയ്ത് നോക്കി എനിക്ക് ലഭിച്ച ഫിസിക്സിലുള്ള അറിവ്, എനിക്ക് ലഭിച്ച അസ്ട്രോണമിയിലുള്ള അറിവ്, എനിക്ക് ലഭിച്ച കോസ്മോളജിയിലുള്ള അറിവ്, എനിക്ക് ലഭിച്ച എംബ്രിയോളജിയിലുള്ള അറിവ്, അങ്ങനെ ലോകത്തിലെ ശാസ്ത്രശാഖകളുമായി എനിക്ക് ലഭിക്കുന്ന അറിവുകളുമായി ഖുർആനിലെ പരാമർശങ്ങൾ ഞാൻ ഓരോന്നും പരിശോധനാ വിധേയമാക്കുന്നു. അവിടെയൊന്നും തന്നെ പരിശുദ്ധ ഖുർആൻ പറയുന്ന പരാമർശങ്ങളിൽ ഒരു അബദ്ധം പോലും ഇല്ല എങ്കിൽ, എനിക്ക് അന്വേഷിക്കുവാൻ കഴിയുന്ന ലോകത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളിൽ ഒരു അബദ്ധം പോലും എനിക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല എങ്കിൽ, എനിക്ക് അന്വേഷിക്കാൻ സാധ്യമല്ലാത്ത, എന്റെ ചിന്തക്ക് പ്രാപ്യമല്ലാത്ത മരണാനന്തര ജീവിതത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറയുന്നത് അതേപടി സത്യമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്ന്. രണ്ടാമത്തേത്, ഈ ഖുർആനുമായി എന്റെ മുന്നിൽ വന്ന വ്യക്തി, എന്റെ എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ മുന്നിൽ വന്ന വ്യക്തി 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മക്കയിൽ ജനിച്ച് ജീവിച്ച് മരണപ്പെട്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം ഞാൻ പരിശോധിച്ചു. അദ്ദേഹത്തിന്റെ 40 വയസ്സ് വരെയുള്ള ജീവിതം, അദ്ദേഹത്തിന്റെ അതിനുശേഷം ഉണ്ടായ എതിരാളികൾ പോലും അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത് സത്യസന്ധൻ എന്നാണ്. ഒരിക്കൽ പോലും അദ്ദേഹം കളവ് പറയുന്നത് ഒരാളും കേട്ടിട്ടില്ല. ഒരാളെയും അദ്ദേഹം വഞ്ചിച്ചതായി ചരിത്രത്തിൽ അദ്ദേഹത്തിന്റെ എതിരാളികൾ പോലും എഴുതിയിട്ടില്ല. ഈ 40 വയസ്സ് വരെ പൂർണ്ണമായും സത്യസന്ധൻ എന്ന് പറഞ്ഞ് സമൂഹത്തിന്റെ കണ്ണിലുണ്ണിയായി ജീവിച്ച മുഹമ്മദ്
40-ാമത്തെ വയസ്സിൽ പറയാൻ തുടങ്ങുന്നു, ദാ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്, അവിടെ രക്ഷാശിക്ഷകളുണ്ട്. ഇത് പറയണമെങ്കിൽ അദ്ദേഹത്തിന് ഇതില്ലാത്തൊരു കാര്യമായിരുന്നു അദ്ദേഹം പറഞ്ഞത് എങ്കിൽ അദ്ദേഹത്തിന് സ്വാർത്ഥ താല്പര്യം ഉണ്ടാവണമല്ലോ, സ്വാർത്ഥമായ താല്പര്യം ഉണ്ടാവണം. ഇല്ലാത്തൊരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് എങ്കിൽ ഇതിന്റെ പിന്നിൽ ഒരു സ്വാർത്ഥ താല്പര്യം ഉണ്ടാണ്. അതുവരെ കളവ് പറയാത്ത ഒരാൾ അന്ന് മുതൽക്ക് അത് പറയാൻ തുടങ്ങിയാൽ അതിന് പിന്നിൽ ഒന്നുകിൽ ഒരു സ്വാർത്ഥമായ ഭയങ്കരമായ സ്വാർത്ഥ താല്പര്യം ഉണ്ടാവണം. ഞാൻ പരിശോധിച്ചു, 40 വയസ്സ് വരെ ഏകദേശം സുഖകരമായി അദ്ദേഹത്തിന്റെ വിവാഹത്തിന് ശേഷം സുഖകരമായി ജീവിച്ചു വന്ന അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ ആരെങ്കിലും ഉന്നയിച്ചാൽ അതിനെ തടുക്കാനുണ്ടായിരുന്ന സമൂഹം, അദ്ദേഹത്തിനെതിരെ ആരെങ്കിലും വാൾ ചുഴറ്റിയാൽ അതിനെ പ്രതിരോധിക്കുവാനുണ്ടായിരുന്ന ആയിരക്കണക്കിന് വാളുകൾ, ഇതെല്ലാം ഇത് പറഞ്ഞതുകൊണ്ട് മാത്രം അദ്ദേഹത്തിന് എതിരാകുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. ഇത് പറഞ്ഞു എന്നുള്ള തെറ്റല്ലാതെ അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല. ഇത് പറഞ്ഞത് കൊണ്ട് മാത്രം അദ്ദേഹത്തിന് എതിരാകുന്നു ഇതെല്ലാം. ഇന്നലെ വരെ അദ്ദേഹം ആരുടെ കണ്ണിലുണ്ണിയായോ ഇത് പറഞ്ഞു എന്ന കാരണത്താൽ മാത്രം അന്നു മുതൽ അവരെല്ലാം അദ്ദേഹത്തിന്റെ ശത്രുവാകുന്നു. ഇന്നലെ വരെ ഏതൊക്കെ വാളുകൾ അദ്ദേഹത്തെ സംരക്ഷിക്കുവാൻ വേണ്ടി ഉയരുമായിരുന്നുവോ ഇത് പറഞ്ഞു എന്നതിന്റെ പേരിൽ മാത്രം അദ്ദേഹത്തെ കൊല്ലുവാൻ വേണ്ടി ഈ വാളുകൾ ഉയർന്ന കാഴ്ച കാണുന്നു. സ്വാർത്ഥമായ താല്പര്യമല്ല ഇതിന് പിന്നിലെന്ന് വ്യക്തം. പിന്നെ എന്ത്? എന്റെ യുക്തി മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന് ഈ അറിവ് ലഭിച്ചു എന്നാണ്. അദ്ദേഹത്തിന് അറിവ് ലഭിച്ചു എന്നതിന് യുക്തിപരമായുള്ള തെളിവ് എന്താണ്? പരിശുദ്ധ ഖുർആൻ തന്നെ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ, മരണാനന്തര ജീവിതം എന്നത് ഒരു പച്ചയായ യാഥാർത്ഥ്യമാണ്. ഞാൻ മരിക്കുമെന്നത് ഞാൻ അനുഭവിച്ചിട്ട് അറിഞ്ഞതല്ല, മറിച്ച് ഞാൻ മറ്റുള്ളവരിൽ നിന്ന് കണ്ടറിഞ്ഞതാണ്. മറ്റുള്ളവരെ പോലെ തന്നെയാണ് ഞാനെങ്കിൽ ഞാൻ മരിച്ചേ പറ്റൂ എന്നുള്ളതാണ്. അല്ലേ? മറ്റുള്ളവരെല്ലാം മരിക്കുന്നു, ജനിച്ചവരെല്ലാം മരിക്കുന്നു, ജീവിക്കുന്നവരെല്ലാം മരിക്കുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ മരിക്കും. ഇത് ഒരു അനുഭവമാകുന്നത് എന്തുകൊണ്ടാണ്? ഇതൊരു വസ്തുതയായി എന്റെ ഹൃദയത്തിനകത്ത് പൂർണ്ണമായി പ്രതിഷ്ഠിക്കപ്പെട്ടത് കൊണ്ടാണ്. ഇതേപോലെ പരിശുദ്ധ ഖുർആൻ പഠിച്ചാൽ, മനസ്സിലാക്കിയാൽ, പ്രവാചകന്റെ ജീവിതം വസ്തുനിഷ്ഠമായി പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ മരണാനന്തര ജീവിതം എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങളുടെ ഹൃദയത്തിനകത്തെ നിങ്ങളുടെ ഒരു അനുഭവമായി തീരും. അത് പറഞ്ഞറിയിക്കാൻ സാധ്യമല്ല. പഠിക്കുക, മനസ്സിലാക്കുക.